إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ ലോകത്തെ ജീവിതം അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിൽക്കുവാനും പ്രവർത്തിക്കുവാനും നാം ശ്രദ്ധിക്കുകയും അതിനു വേണ്ടി അമലുകൾ നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിങ്ങളായി ജീവിക്കുവാൻ അവസരം ലഭിച്ചു എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച ഒരു വലിയ നിഅമത്ത്, അനുഗ്രഹമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ട് മുസ്ലിം ആവണം എന്നതിൻ്റെ ഉത്തരമാണ് ഇസ്ലാമിൻ്റെ ശരീഅത്ത്. ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്കുക, പ്രവർത്തിക്കുക, അതിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുക എന്നതൊക്കെ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ നിഅമത്ത്, അനുഗ്രഹം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്ത് ജീവിക്കുവാൻ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ദാഹിക്കുമ്പോൾ ദാഹജലം കിട്ടുന്നുണ്ട്, വിശക്കുമ്പോൾ ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നുണ്ട്, ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചികിത്സയും മരുന്നും ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഭൗതികമായ ജീവിതത്തിന് ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അനുഗ്രഹം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ആത്മീയമായ ഒരു നിലനിൽപ്പുണ്ട്, ആത്മാവിൻ്റെ ഒരു സുഖമുണ്ട്, മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് ഈ പറഞ്ഞതിലൂടെയൊന്നും കിട്ടുകയില്ല. കിട്ടിയാലും അത് അപൂർണമായിരിക്കും. അവിടെയാണ് അള്ളാഹു അവൻ നിശ്ചയിച്ച ശരീഅത്തിനെ നമുക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. അതിന് മുമ്പായി അള്ളാഹു പറയുന്നത് മനുഷ്യരായ നമ്മുടെ ചില പ്രത്യേകതകളാണ്. വളരെ വളരെ ബഹുമതിയോടുകൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ അള്ളാഹു പറഞ്ഞയച്ചത്. ചില ഉത്തരവാദിത്വങ്ങളും നമ്മളെ അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ഖുർആൻ പല വാക്കിലൂടെ പറയുന്നുണ്ട്. ഖലീഫ എന്നൊരു വാക്കുണ്ട്. ഖലീഫയുടെ സ്ഥാനത്താണ് മനുഷ്യൻ. എന്താണ് ഈ ഖലീഫ? വലിയ ഒരു ഭരണഭാരം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്വമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്.
പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വിലക്കുകളുണ്ട്. അതും അങ്ങനെയാണ്. ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നതും വിരോധിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ ഉത്തരവാദിത്വപൂർവം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവൻ എന്ന നിലക്കാണ് ഒരു ഖലീഫയുടെ സ്ഥാനത്ത് ഖുർആൻ മനുഷ്യനെ വിശേഷിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ അമാനത്തുകൾ ഏറ്റെടുത്തവൻ എന്നും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചുമതലാ ബോധം, ഞാൻ ചെറിയവനല്ല, നിസ്സാരനല്ല, അള്ളാഹു എന്നെ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഉത്തരവാദിത്വ ബോധമാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വലിയ ആദരവും ബഹുമതിയും. അത് നിലനിർത്താനാണ് നമ്മൾ പറഞ്ഞ ഇസ്ലാമിൻ്റെ ശരീഅത്തും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ശരീഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്വരീഖുൽ മുസ്തഖീം, നേരായ വഴി എന്നാണ്. വളരെ കൃത്യമായി ആരോടും ചോദിക്കേണ്ടതില്ലാത്ത നമുക്ക് മനപ്പാടമുള്ള ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്ര സൗകര്യമാണോ സുഖമാണോ ഉള്ളത്, സുരക്ഷയാണോ ഉള്ളത്, അതുപോലെ ആരെയും പേടിക്കാതെ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള ഒരു നേർവഴിയാണ് ശരീഅത്തിലൂടെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ എല്ലാ കാലത്തുമുള്ള ആളുകൾ ശരീഅത്തിനെ, അള്ളാഹുവിൻ്റെ ഈ മതത്തെ പല രൂപത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വൈദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും ഖാലു അസാത്തീറുൽ അവ്വലീൻ. എന്താണ് റബ്ബ് നിങ്ങൾക്ക് മതമായിട്ട് നൽകിയത് ചോദിച്ചാൽ ആളുകൾ അത് ചില പഴഞ്ചൻ പ്രമാണങ്ങളാണ്, 6-ാം നൂറ്റാണ്ടിലെ സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ ഒട്ടകയുഗത്തിലെ ആചാരങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ മതത്തെ കൊച്ചാക്കി പറയുന്ന അവസ്ഥ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അഭ്യസ്ത വിദ്യരായ നമ്മുടെ സമൂഹത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് ഒരിക്കലും പറ്റാത്ത, നമ്മുടെ സങ്കല്പങ്ങളോടും സംസ്കാരത്തോടും പരിഷ്കാരത്തോടും യോജിക്കാത്ത പിന്തിരിപ്പൻ ചിന്തകളാണ് മതം എന്നതാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അപകടാവസ്ഥയിൽ നിന്നാണ് മതത്തിൻ്റെ ഐശ്വര്യവും ശരീഅത്തിൻ്റെ സൗന്ദര്യവും അത് ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചാലുണ്ടാവുന്ന ഈ പറഞ്ഞ ആശ്വാസ, സമാധാന, സന്തോഷവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നത് സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ, അള്ളാഹു നിശ്ചയിച്ച ശരീഅത്ത് താങ്കൾക്ക് ഇതാ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഫത്തബിഅഹ, അത് പിൻപറ്റണം. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ആളുകൾ പറയുന്നതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് ഇന്നഹും ലം യുഗ്നു അൻക മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ മുമ്പിൽ ആളുകൾ എന്ത് പറഞ്ഞാലും പരിഹസിച്ചാലും അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല, അതൊന്നും അള്ളാഹുവിൻ്റെ പക്കൽ താങ്കൾക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. വഇന്നൽ ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ്, അക്രമികളായ ആളുകൾ പരസ്പരം തിന്മയിൽ കൈകോർക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാത്തം കാണിക്കുന്നത് ളുൽമിന്, അനീതിക്ക് വേണ്ടിയാണ്. വല്ലാഹു വലിയുൽ മുത്തഖീൻ, അതേസമയം ശരീഅത്തിൻ്റെ പിന്നാലെ അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ അവനായിരിക്കും നമ്മുടെ വലിയ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ നമ്മളോടൊപ്പം അവനുണ്ടാകും. നാം എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ നമ്മളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അള്ളാഹു ഉണ്ടാകും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൂടെയാണ് താൻ. അതിനു വേണ്ടി ഈ മതം തനിക്ക് ഇഷ്ടമാണ്, പ്രിയപ്പെട്ടതാണ് എന്ന് വന്നാൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു ഉണ്ടായിരിക്കും. 3 കാര്യങ്ങളാണ്
മതം മനോഹരമായി കാണുവാൻ, ശരീഅത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഖുർആൻ പറയുന്നത്. ഒന്ന്, നമുക്കുള്ള ബുദ്ധിയിലൂടെയും യുക്തിയിലൂടെയും അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കണം. അതാണ് പ്രധാനം. എല്ലാവർക്കും എപ്പോഴും സംശയം ഉന്നയിക്കുന്നതും അള്ളാഹുവിനെ പറ്റിയാണ്. എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുകയില്ല. അവിടെയാണ് ഖുർആനും കൈവെക്കുന്നത്. നമുക്കുള്ള ഒരു ശരാശരി ബുദ്ധിയുണ്ട്. എല്ലാവരും ബുദ്ധിയിലും സാമർത്ഥ്യത്തിലും കേമന്മാരല്ല, ആപേക്ഷികമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഏറ്റവും മിനിമം നിലവാരത്തിലുള്ള ബുദ്ധിയും കഴിവും വെച്ച് ചിന്തിച്ചാൽ തന്നെ അവൻ അള്ളാഹുവിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. അപ്പം അന്ധമായ വിശ്വാസമല്ല, യുക്തി അംഗീകരിക്കുന്ന വിശ്വാസമാണ്. എങ്ങനെയാണ് ആ യുക്തി ഉണ്ടാവേണ്ടത്? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒട്ടകത്തെ കാണുന്നില്ലേ? ഒട്ടകത്തിന് സമാനമായ മറ്റു മൃഗങ്ങളെ കാണുന്നില്ലേ? ആകാശം, ഭൂമി, പർവ്വതം ഇവയെല്ലാം ചിന്തിക്കുന്നില്ലേ? അതാണ് യുക്തിയെ തട്ടിയുണർത്താനുള്ള ഖുർആന്റെ ഒറ്റമൂലി. അപ്പോൾ കാണുന്ന ഒരു വസ്തുവിനെ അംഗീകരിക്കാൻ നമുക്ക് യുക്തി വേണ്ട. നിങ്ങൾ പറയുന്ന അള്ളാഹു എവിടെ? അപ്പോഴേക്കും അള്ളാഹു അങ്ങ് ഇറങ്ങി വന്ന്. അത് അംഗീകരിക്കാൻ യുക്തി വേണ്ടതില്ല. നിങ്ങൾ പറയുന്ന അത്ഭുതങ്ങൾ എവിടെ? അപ്പോഴേക്കും അതിങ്ങ് വന്നു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വിശ്വാസം പൂർത്തിയാകും. ഖുർആൻ സിദ്ധാന്തിക്കുന്നതും സ്ഥാപിക്കുന്നതും കാണുന്ന ഒന്നിനെ അംഗീകരിക്കാൻ യുക്തി ആവശ്യമില്ല. അത് ആർക്കും ഏത് കുട്ടിക്കും സാധിക്കും. ഖുർആൻ ആവശ്യപ്പെടുന്നത് കാണുന്ന വസ്തുക്കളിലൂടെ, അനുഭവപ്പെട്ട വസ്തുക്കളിലൂടെ കാണാൻ പറ്റാത്ത അള്ളാഹുവിനെ ബോധ്യപ്പെടുക. അതിൽപ്പെട്ടതാണ് മലയും പർവ്വതവും കാടും കരയും കടലും ഒട്ടകവും മൃഗങ്ങളുമൊക്കെ അതിൻ്റെ ചിഹ്നങ്ങളാണ്. അതെല്ലാം കാണുന്നതാണ്, നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ പഠിച്ച് അല്പം മുന്നോട്ട് പോയാൽ എത്തുന്നതാണ് അള്ളാഹു എന്ന ലക്ഷ്യം. അവിടെയാണ് ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്. അതാണ് ശരിയായ അള്ളാഹു. ഫമാദാ ബഅദൽ ഹഖി ഇല്ലൽ ളലാൽ. ഇങ്ങനെയുള്ള ഒരു ഹക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ലലാലത്തും ദുരന്തങ്ങളും അപകടങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ മനുഷ്യന്റെ യുക്തിയെ തട്ടിയുണർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ശരീഅത്തിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് അത്തഖർറുബു ഇലല്ലാഹി ബിൽ ഇബാദാത്ത്. ഇബാദാത്തിലൂടെ ഈ പറഞ്ഞ കണ്ടെത്തിയിരിക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കുക. ബുദ്ധി അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു തന്നു. അങ്ങോട്ടേക്ക് അടുക്കുവാൻ എന്ത് വേണം? ധാരാളം പ്രവർത്തനങ്ങൾ വേണം. എന്ത് പ്രവർത്തനങ്ങൾ? ഇബാദത്തുകൾ, ആരാധനകൾ. ആരാധനകളുടെ വീര്യം എന്താണ്? അതിനൊരു ആത്മാവുണ്ട്. ആത്മാവ് നഷ്ടപ്പെടാതെയുള്ള ആരാധനകൾ. ഒരാൾ പള്ളിയിലേക്ക് വരുന്നു, നമസ്കരിക്കുന്നു, നിൽക്കുന്നു, കുനിയുന്നു. അത് അതിൻ്റെ ബാഹ്യമായ രൂപം മാത്രമാണ്. പക്ഷേ മനസ്സിൽ ആ നമസ്കാരം ഇല്ലെങ്കിലോ അതിൻ്റെ ആത്മാവില്ല. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ കേവലം ആചാരപരമായ പ്രകടനപരമായ ആരാധനകളല്ല, ആത്മാവുള്ള ആരാധനകളാണ് ശരീഅത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. അത് വളരെയധികം നമ്മുടെ സമൂഹമൊക്കെ അവഗണിച്ചിരിക്കുന്നൊരു കാര്യവും കൂടിയാണ്. ജമാഅത്തിന് വേണ്ടി ജമാഅത്ത് കിട്ടണമെന്ന നല്ല ചിന്തയോടുകൂടെ പള്ളിയിലേക്ക് വരുന്ന ഒരാൾ, പക്ഷേ അയാൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ അശ്രദ്ധമായിട്ടാണ്. അവിടെ നമസ്കാരത്തിൻ്റെ പുണ്യം നമ്മൾ നിഷേധിക്കുന്നില്ല, കൂലി ഉണ്ടായേക്കാം. പക്ഷെ നമസ്കാരത്തിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് അയാൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് പള്ളിയിലേക്ക് വന്നത്.
അയാൾ കാരണം എത്രയോ ആളുകൾ പിന്നെ ബുദ്ധിമുട്ടുകയാണ്. മുമ്പിൽ പാർക്ക് ചെയ്തവരും പെട്ടെന്ന് പോവേണ്ടവരുമൊക്കെ അയാളെ കാത്തിരിക്കുകയാണ്. ഏത് ആരാധനകൾക്കും അതിൻ്റെ ആചാരപരമായ ബാഹ്യമായ രൂപത്തിനപ്പുറത്തേക്ക് ആ ഒരു ആത്മാവ് ഉണ്ട് എന്നതാണ് ശരീഅത്ത് വളരെ പ്രധാനമായി പഠിപ്പിക്കുന്നത്. നോമ്പ് തുറക്കുവാനുള്ള ഭക്ഷണങ്ങളുമായി ബീച്ചിലേക്ക് പോകുന്നു കുട്ടികളും കുടുംബങ്ങളുമൊക്കെ. അവിടെ മുസല്ല വിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമസ്കരിക്കുന്നു. നല്ലതാണ്. ബീച്ചിൽ പോയി നോമ്പ് തുറന്നാൽ അതിന് തെറ്റ് പറയാനില്ല. പക്ഷേ അതിൻ്റെ വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം അവിടെ നിക്ഷേപിച്ച് പോരുകയാണെങ്കിലോ? അതാണ് ഈ നോമ്പ് കാലത്ത് കോഴിക്കോട് ബീച്ചിൽ കണ്ടത്. പലയിടത്തും വേസ്റ്റ് കൂമ്പാരമാകുന്നു. ഒരു പുണ്യത്തിൻ്റെ പേരിൽ പ്രകൃതിയെ പരിക്കേൽപ്പിക്കുന്നു, മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നു, ദുർഗന്ധമുണ്ടാക്കുന്നു. അപ്പോൾ നോമ്പിൻ്റെ ആത്മാവ് എവിടെയാണ്? 14 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് നോമ്പ് തുറക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയിരുന്നിട്ട് പോലും അതിൻ്റെ ബാക്കി പത്രം ദുരന്തമായി, ദുർഗന്ധമായി, മാലിന്യമായി ആളുകൾക്ക് മുമ്പിൽ ബാക്കി നിൽക്കുന്നു. അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ശരീഅത്തിൻ്റെ ആരാധനയുടെ ആത്മാവ് മനസ്സിലാക്കാതെയുള്ള ജീവിതം സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാം ശരീഅത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അള്ളാഹുവിനെ കണ്ടെത്തണം. രണ്ടാമത്തത്, ആത്മാവുള്ള ആരാധനകളുമായി അള്ളാഹുവിലേക്ക് അടുക്കണം. മൂന്നാമത്തേത് പുണ്യമാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈമാനികമായ സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും പുണ്യം ചെയ്യുക. വ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അള്ളാഹു നൽകിയിരിക്കുന്ന പുണ്യം പോലെ തന്നെ എല്ലാവർക്കുമായിട്ട് നന്മ ചെയ്യുക. ആ നന്മ മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യരല്ലാത്ത ജീവികളോടും ജന്തുക്കളോടും ജീവജാലങ്ങളോടും ഇപ്പോൾ പറഞ്ഞ ഈ പ്രപഞ്ചത്തോട് പോലും നമ്മൾ ചെയ്യുന്നത് നന്മയായിരിക്കണം, നന്മ മാത്രമായിരിക്കണം. ഈ 3 കാര്യങ്ങളിലുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൻ്റെ മികവായിട്ട് അല്ലെങ്കിൽ സൗന്ദര്യമായിട്ട് പറയുകയും ചെയ്തത്. തറക്തുക്കും അലൽ ബൈളാ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വളരെ മനോഹരമായി വെളിച്ചമേകി നിൽക്കുന്ന ഒരു ശരീഅത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നത്. ലൈലുഹാ കനഹാരിഹ. ഈ ശരീഅത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ രാവും പകലും ഒന്നാണ്. രാത്രി ഇരുട്ടാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകം സഹായം വേണ്ടതില്ല. പകൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം സുഗമമായി വെള്ളി വെളിച്ചത്തിൽ രാത്രിയും നടക്കും. അതുപോലെയാണ് ശരീഅത്ത്. ലാ യസിയു അൻഹാ ഇല്ലാ ഹാലിക്കുൻ. സ്വയം നശിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ശരീഅത്ത് വിട്ടു പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. എനിക്കതൊന്നും വേണ്ട, എൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ടതില്ല, എന്നേക്കാളും വലിയ മുഹമ്മദ് നബിയും പടച്ചവനും വേണ്ട എന്ന് അഹങ്കരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ശരീഅത്ത് വിട്ടു പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത്, നാം ആചരിക്കുന്ന മതം അല്ലെങ്കിൽ ശരീഅത്ത് അത് നമ്മളുടെ വ്യക്തിത്വമാണ്. നമ്മളുടെ ചിന്തകൾക്ക് അത് വ്യക്തത നൽകും. നമുക്ക് പ്രത്യേകമായ ഒരു സൗന്ദര്യം അതിലൂടെ ലഭിക്കും. അത് നമ്മളുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കണം. ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനെ കണ്ടെത്താനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും മനുഷ്യർക്കും പ്രപഞ്ചത്തിനും നന്മയും പുണ്യവുമായി നിലകൊള്ളുവാനും മതത്തിലൂടെ ശരീഅത്തിലൂടെ നമുക്ക് സാധിക്കുകയും വേണം. ഇവിടെ എവിടെയും അള്ളാഹുവിനോടോ പ്രപഞ്ചത്തിനോടോ മനുഷ്യരോടോ ഒരു തരത്തിലുള്ള
പരിക്കുമേൽപ്പിക്കാതെ ദുരന്തങ്ങൾ ഉണ്ടാക്കാതെ വൃത്തിയായിട്ട് ജീവിക്കുകയും വേണം. അത്രയുമായി കഴിഞ്ഞാൽ നമ്മളുടെ ഇസ്ലാമിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നു. അള്ളാഹുവിന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ബാക്കി നിൽക്കുവാനും സാധിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അതനുസരിച്ച് നമ്മളെ പാകപ്പെടുത്തുക, സജ്ജമാക്കുക, അമലുകൾ ധാരാളമായി ചെയ്യുക, എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക. റബ്ബ് നമ്മയെല്ലാം അവൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റമദാൻ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, സാധാരണ ജീവിതവും നമ്മളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വേണ്ട ഒരു ആത്മവിചാരണയും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. റമദാനിൻ്റെ ചൈതന്യം കുറച്ചൊക്കെ സ്വാഭാവികമായിട്ടും ചോർന്നു പോകും. എന്നാലും അത് വീണ്ടെടുക്കുവാനുള്ള നല്ല നിയ്യത്തായിരിക്കണം ഇപ്പോഴും നമ്മൾ നിലനിർത്തേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതൊരു പ്രവർത്തനവും എത്ര കുറച്ചാണെങ്കിലും അത് പതിവായി നിർവഹിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ എന്ന് പറയാറുണ്ട്. ആ പതിവ് ശീലമാണ് നമ്മൾ നോമ്പിൽ സ്വീകരിച്ചത്. ആ പതിവുകൾ പൂർണ്ണമായും വെടിയാതെ ആവുന്നത്ര സുന്നത്തുകളും ഫർളുകളും ഒക്കെ നമ്മൾ നിലനിർത്തുക. ഇബ്നു റജബുൽ ഹംബലി എന്നൊരു പണ്ഡിതൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ദിവസവും പെരുന്നാളാക്കാൻ പറ്റും. പെരുന്നാൾ ഒരു ദിവസം കൊണ്ട് പൂർത്തിയായിപ്പോയി. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈദ് നിലനിർത്താൻ പറ്റും. എങ്ങനെയാണ്? യൗമുൻ യമുറു അലൈക വലാ യുക്തബു അലൈക ദംബുൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും ആ ദിവസം ഒരു തരത്തിലുള്ള തിന്മയും അള്ളാഹു നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഫഹുവ ഈദുൻ, അത് പെരുന്നാൾ സമാനമാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ പതിവാക്കുന്നതിലൂടെ റമദാനിൻ്റെ ചൈതന്യം നിലനിർത്താം. തിന്മയില്ലാത്ത, പാപങ്ങളില്ലാത്ത ഓരോ മണിക്കൂറുകളിലൂടെയും ജീവിക്കുകയാണെങ്കിൽ ഒരു പെരുന്നാളല്ല, കൊല്ലം മുഴുവനും നമുക്ക് പെരുന്നാളിൻ്റെ പരിമളം അനുഭവിക്കുകയും ചെയ്യാം. അതും നമ്മൾ ഈ സന്ദർഭത്തിൽ സ്വന്തത്തോട് പുതുക്കിയെടുക്കേണ്ട, സ്വന്തത്തോട് തീരുമാനിക്കേണ്ട, അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തേണ്ട ഭക്തിയുടെ, ഈമാനിൻ്റെയും ഒരു കാര്യമാണ്. നമ്മൾ അംഗീകരിക്കുകയും അതനുസരിച്ച് കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തുകയും അതിനുവേണ്ടി നമ്മൾ ഇതുവരെ ശീലിച്ചു വന്ന എല്ലാ കാര്യങ്ങളും നിലനിർത്തുവാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ആരോഗ്യവും ഉന്മേഷവും ആഫിയത്തും നൽകി നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി പടച്ചവനെ നീ അനുഗ്രഹിക്കണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റു സുഹൃത്തുക്കളുമൊക്കെ പടച്ചവനെ നീ പുറത്തു കൊടുത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ അമലുകളും സ്വീകരിക്കുകയും അവയെല്ലാം അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.